ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹ്യൂമൻ ഫിസിയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആണ്. സാധാരണഗതിയിൽ നീറ്റ് പരീക്ഷയ്ക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 2 ചോദ്യങ്ങൾ ഉണ്ടാവും. അതായത് 8 മാർക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. സോ ഈ ഒരു ചാപ്റ്ററിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ്. സോ എന്താ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ, നോർമലി ഒരാള് ശ്വാസം വലിക്കുമ്പോൾ, അതായത് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് എയർ അകത്തേക്ക് നമ്മൾ എടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് എയറിൽ വേണ്ടത് എന്താണ്? ഓക്സിജൻ ആണ് അകത്തേക്ക് വേണ്ടത്. ആൻഡ് എക്സ്ഹെയിൽ ചെയ്യുന്ന സമയത്ത്, പുറത്തേക്ക് വിടുന്ന സമയത്ത് നമ്മൾ കാർബൺ ഡയോക്സൈഡ്, അതായത് എയർ തന്നെയാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്. അതായത് നമ്മൾ ഓരോ പ്രാവശ്യം ഇൻഹെയിൽ ചെയ്യുമ്പോഴും എയർ അകത്തേക്ക് എടുക്കുന്നുണ്ട് ആൻഡ് എയർ പുറത്തേക്ക് വിടുന്നുണ്ട്. എക്സ്ഹെയിൽ ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് വിടുന്നുണ്ട്. ശരിയല്ലേ? ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ബ്രീത്തിങ് അഥവാ പൾമനറി വെന്റിലേഷൻ എന്ന് പറയാ. അപ്പൊ ഇതാണ് ബ്രീത്തിങ്. അപ്പൊ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് സിംപ്ലി ബ്രീത്തിങ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ ശ്വാസം വലിക്കുക, ശ്വാസം വിടുക, അതിനാണ് ബ്രീത്തിങ് എന്ന് പറയാ. ശരിയാണല്ലോ? അപ്പൊ അങ്ങനെ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് നോക്ക്, ഈ ഓക്സിജൻ, ഈ എയർ, അതായത് ഓക്സിജൻ അടങ്ങുന്ന എയർ ലങ്സിന്റെ അകത്തെത്തി, ആൽവിയോളൈന്റെ അകത്തെത്തി. എന്നിട്ട് ആൽവിയോളൈന്റെ അകത്ത് നിന്നും ബ്ലഡിലേക്ക് ഓക്സിജൻ എക്സ്ചേഞ്ച് ചെയ്യപ്പെടും, ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്യപ്പെടും. അപ്പൊ തിരിച്ച് ബ്ലഡിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് ലങ്സിലേക്കും കിട്ടുന്നുണ്ട്. ഇനി ഈ ഓക്സിജനെ ബ്ലഡ് ത്രൂ ഔട്ട് എല്ലാ ബോഡി പാർട്സിലേക്കും സർക്കുലേറ്റ് ചെയ്ത് സെൽസിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സർക്കുലേഷൻ കഴിഞ്ഞിട്ട് സെൽസിൽ എത്തി എന്ന് വിചാരിക്കുക. ഓക്കെ, സെൽസിൽ എത്തി. ഈ സെൽസിന് ബ്ലഡ് എന്ത് ചെയ്യും? ബ്ലഡ് ഓക്സിജൻ ഡെലിവർ ചെയ്തു കൊടുക്കും. ഓക്സിജൻ ഡെലിവർ ചെയ്താൽ എന്തിനാണ് ഒരു സെല്ലിന് ഓക്സിജൻ? നമുക്കറിയാം, മെറ്റബോളിസം നടക്കണമെങ്കിൽ എസ്പെഷ്യലി സെല്ലുലാർ റെസ്പിറേഷന് വേണ്ടിയിട്ടാണ് ഓക്സിജൻ വേണ്ടത്. അതായത് നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസ്, എന്താ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാല്? C6H12O6, ഇതല്ലേ ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിനെ ഓക്സിജന്റെ സഹായത്തോടു കൂടി, ഇവിടെയാണ് ഓക്സിജന്റെ റോള്, ഓക്സിജന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എനർജി കിട്ടും. എനർജി എന്ന് പറഞ്ഞാല് നിങ്ങൾ 12ാമത്തെ ചാപ്റ്ററിൽ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. 38 ATP ആണ് നമുക്ക് ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്താൽ കിട്ടുന്നത്. ആൻഡ് അവിടെ ഉണ്ടാവുന്ന ബൈ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് എന്താണ്? വാട്ടറും ബൈ പ്രോഡക്റ്റ് ആണ്. ആൻഡ് അതുപോലെ കാർബൺ ഡയോക്സൈഡും ബൈ പ്രോഡക്റ്റ് ആണ്. ആരും ബൈ പ്രോഡക്റ്റ് ആണ്? കാർബൺ ഡയോക്സൈഡും ബൈ പ്രോഡക്റ്റ് ആണ്. ഈ കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞ ബൈ പ്രോഡക്റ്റിന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചാല്, ഇയാൾ ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസ് ആണ്. കാർബൺ ഡയോക്സൈഡ് ഒരു ഹാംഫുൾ ഗ്യാസ് ആണ്. അപ്പൊ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ ഓക്സിജൻ ശ്വാസകോശത്തിലേക്ക് എത്തി, ആ ലങ്സിൽ നിന്നും ബ്ലഡിലേക്ക് ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്തു, അങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് നമ്മളുടെ ഓരോ സെൽസിലേക്കും ഓക്സിജൻ എത്തി. സെല്ല് എങ്ങനെയാണ് ഓക്സിജൻ ഉപയോഗിക്കുക എന്ന് ഞാൻ പറഞ്ഞു. എന്ത് വേണ്ടിയിട്ടാണ്? ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു മെറ്റബോളിക് റിയാക്ഷന്റെ പേരാണ് സെല്ലുലാർ റെസ്പിറേഷൻ അല്ലെങ്കിൽ സെൽ റെസ്പിറേഷൻ എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പം സെൽ റെസ്പിറേഷന് വേണ്ടിയിട്ടാണ് ഓക്സിജൻ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താ സെൽ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാല്? ഗ്ലൂക്കോസിനെ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ, ഓക്സിജന്റെ പ്രസൻസിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. എന്തിനാ എനർജി എന്ന് നിങ്ങൾക്ക് അറിയാലോ. നമ്മളുടെ എല്ലാ സെല്ലുലാർ ആക്ടിവിറ്റീസിനും എന്ത് വേണം? ATP വേണം. ATP ആണ് എനർജിയുടെ കറൻസി എന്ന് പറയുന്നത്. സോ അവിടെ ഉണ്ടാവുന്ന ബൈ പ്രോഡക്റ്റ് ആണ് ആര്? കാർബൺ ഡയോക്സൈഡ്. അയാൾ സാധാരണ ബൈ പ്രോഡക്റ്റ് ആണോ? അല്ല, അയാൾ ഒരു ഹാംഫുൾ ആയിട്ടുള്ള ബൈ പ്രോഡക്റ്റ് ആണ്. അപ്പൊ അയാളെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് കളയണം. അപ്പം മെറ്റബോളിക് റിയാക്ഷൻ നടക്കുമ്പോൾ, സെൽ റെസ്പിറേഷൻ നടക്കുമ്പോൾ സെൽസിന്റെ അകത്ത് എന്തുണ്ടാവുന്നുണ്ട്? കാർബൺ ഡയോക്സൈഡ് ഇവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഉണ്ടാവുന്ന കാർബൺ ഡയോക്സൈഡ് നമ്മൾ ബ്ലഡിലേക്ക് കൊടുക്കും. ആ ബ്ലഡ് തിരിച്ച് എങ്ങോട്ടേക്ക് സർക്കുലേറ്റ് ചെയ്യും? ലങ്സിലേക്ക് എത്തും. അപ്പം ലങ്സിന്റെ അകത്ത് ഇപ്പൊ കാർബൺ ഡയോക്സൈഡ് വന്നില്ലേ? ആൻഡ് ഈ ഉണ്ടാവുന്ന കാർബൺ ഡയോക്സൈഡ് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പം കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് നമ്മൾ കളയുന്നുണ്ട്. ശരിയാണല്ലോ? അപ്പം ഇതിനെ മൊത്തത്തിലാണ് നമ്മൾ സാധാരണഗതിയിൽ റെസ്പിറേഷൻ എന്ന് പറയാറുള്ളത്. കോമൺലി നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയും. ഇനി ഭയങ്കര സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ
നമ്മൾ ശ്വാസം എടുക്കുക, ഇൻഹെയിൽ ചെയ്യുക, എക്സെയിൽ ചെയ്യുക എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയറിക് എയർ അകത്തേക്ക് എടുക്കുക, നമ്മുടെ ലങ്സിലുള്ള എയർ പുറത്തേക്ക് കളയുക എന്ന് പറയുന്ന പ്രോസസ്സിനെയാണ് ശരിക്കും ബ്രീത്തിങ് അഥവാ പൾമനറി വെന്റിലേഷൻ എന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ലങ്സിൽ ബ്ലഡുമായിട്ട് നടക്കുന്ന ഒരു എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതായത് കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും തമ്മിൽ ഇവിടെ ഡിഫ്യൂസ് ചെയ്യപ്പെടും, എക്സ്ചേഞ്ച് ചെയ്യപ്പെടും. ക്ലിയർ ആണല്ലോ? പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് ഈ ബ്ലഡ് ത്രൂ ഔട്ട് ബോഡി പാർട്സിലേക്ക് പമ്പ് ചെയ്യും. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അവര് ഡിഫറെന്റ് ടിഷ്യൂസിലേക്ക് അല്ലെങ്കിൽ ഡിഫറെന്റ് സെൽസിലേക്ക് ഈ ഓക്സിജൻ ഡെലിവർ ചെയ്യും. അതാണ് നാലാമത്തെ സ്റ്റെപ്പ്. ആൻഡ് ദ ഫൈനൽ സ്റ്റെപ്പ് ഈസ് സെൽ റെസ്പിറേഷൻ. അപ്പൊ ഈ സെൽ റെസ്പിറേഷൻ വരെയുള്ള ബാക്കിയുള്ള എല്ലാ സ്റ്റെപ്പും ഇല്ലേ? ഏതൊക്കെ സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞത്? ഈ പറയുന്ന ആദ്യം നമ്മൾ പറഞ്ഞ പൾമിനറി വെന്റിലേഷൻ പറഞ്ഞു, പിന്നെ ഈ എക്സ്ചേഞ്ച് പറഞ്ഞു, അതിനുശേഷം നമ്മൾ സർക്കുലേഷൻ പറഞ്ഞു, അതിനുശേഷം ടിഷ്യൂസ് തമ്മിലുള്ള എക്സ്ചേഞ്ച് പറഞ്ഞു. ഈ കംപ്ലീറ്റ് സ്റ്റെപ്സിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ കോമൺലി റെസ്പിറേഷൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ മീൻ ചെയ്യാറുള്ളത്. ഓക്കെ, ആ 4 സ്റ്റെപ്പിനെയാണ് നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയാറുള്ളത്. ക്ലിയർ ആണല്ലോ? ആൻഡ് സെൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഒരു മെറ്റബോളിക് റിയാക്ഷൻ ആണ്. അപ്പം അതിനെ നമ്മൾ സാധാരണഗതിയിൽ റെസ്പിറേഷന്റെ ഭാഗമായിട്ട് പറയാറുള്ള റെസ്പിറേഷന്റെ ഒരു ഫൈനൽ സ്റ്റെപ്പാണ്. അതൊരു മെറ്റബോളിക് റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പം സാധാരണഗതിയിൽ നമ്മൾ ബ്രീത്തിങ്ങിനെ തന്നെ റെസ്പിറേഷൻ എന്നും പറയാറുണ്ട്. ആൻഡ് സെൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിഫറെന്റ് തിങ്. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ഈ ഒരു ചാപ്റ്ററിലേക്കുള്ള ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനുണ്ട്. ഇനി ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് റെസ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? നമുക്കറിയാം, നമ്മൾ ലങ്സിലൂടെയാണ് ബ്രീത്ത് ചെയ്യുന്നത്. ശരിയാണല്ലോ? ഇനി വേറെ ഓർഗാനിസംസ് എങ്ങനെയാണ് റെസ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ ഫിഷസിന് ലങ്സ് ഉണ്ടോ? ഇല്ല. ഫിഷ് പിന്നെ എങ്ങനെയാ റെസ്പയർ ചെയ്യുന്നത്? ഫിഷ് റെസ്പയർ ചെയ്യുന്നത് ഗിൽസിലൂടെയാണ്. ശരിയാണല്ലോ? അപ്പൊ ഡിഫറെന്റ് ഓർഗാനിസംസിൽ അത് എവിടെയാണ് ജീവിക്കുന്നത്, അതായത് അതിന്റെ ഹാബിറ്റാറ്റ് ആൻഡ് അത് എത്രത്തോളം അഡ്വാൻസ്ഡ് ആണ് ആ ഓർഗാനിസം, അതായത് അതിന്റെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഇതിനനുസരിച്ച് ഡിഫറെന്റ് മോഡ് ഓഫ് ബ്രീത്തിങ് ഓരോ ആനിമൽസിനും ഉണ്ട്. അപ്പം അത് എന്തൊക്കെയാണ് എന്നാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. സോ ഡിഫറെന്റ് ആനിമൽസിന് അവര് എവിടെ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഹാബിറ്റാറ്റ് എവിടെയാണ്. ഫോർ എക്സാമ്പിൾ ലാൻഡിലാണോ ജീവിക്കുന്നത്, അതേപോലെ വാട്ടറിലാണോ ജീവിക്കുന്നത്, അതാണ് ഹാബിറ്റാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് എന്താ? അവരുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, അവരുടെ കോംപ്ലക്സിറ്റി. അപ്പം സ്പോഞ്ചസ് എന്ന് പറഞ്ഞാൽ പോറിഫറയിൽ പെട്ട ഏറ്റവും ലോവർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉള്ള ഓർഗാനിസംസ് ആണ്. ആൻഡ് മനുഷ്യർ എന്ന് പറഞ്ഞാൽ മാമൽസ് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. സോ ലെവൽ ഓഫ് ഓർഗനൈസേഷനും ഹാബിറ്റാറ്റും അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഏത് മോഡ് ഓഫ് ബ്രീത്തിങ് ആണ് ഓരോ ഓർഗാനിസംസിൽ ഉള്ളത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിളിലേക്ക് നോക്കാം. ദാ ഇവിടെ കാണുന്ന ആളാണ് സ്പോഞ്ച്. നമുക്കറിയാം പോറിഫെറയിൽ പെടുന്ന ആളാണ് സ്പോഞ്ചസ്. ഇനി ഈ കാണുന്ന ആളാണ് ജെല്ലി ഫിഷ്, അതായത് അയാളുടെ ഫൈലം എന്ന് പറയുന്നത് ഏതാണ്? നിഡേറിയ. അപ്പൊ നിഡേറിയൻസ് ഞാൻ ജനറലി പറയാണ്, നിഡേറിയൻസ്. അതേപോലെ ഈ കാണുന്ന ആളാണ് ഫ്ലാറ്റ് വേംസ്, ഫ്ലാറ്റ് വേം. അപ്പൊ ഫ്ലാറ്റ് വേം. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ കണ്ട 3 ആളുകൾ ഉണ്ടല്ലോ, അവര് വളരെ ലോവർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻസിലുള്ള ഇൻവെർട്ടിബ്രേറ്റ്സ് ആണ്. ശരിയാണല്ലോ? അവരുടെ മോഡ് ഓഫ് ബ്രീത്തിങ് എന്താന്ന് ചോദിച്ചാൽ എന്താ പറയാ? സിമ്പിൾ ഡിഫ്യൂഷൻ ആണ്. സിമ്പിൾ ഡിഫ്യൂഷൻ. അപ്പൊ എന്താ സിമ്പിൾ ഡിഫ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ സ്പോഞ്ചസിന്റെ അകത്തുള്ള ഓരോ സെല്ലിലേക്കും ഞാനിത് വെറുതെ ഒരു സെല്ല് കാണിച്ച് ഇവിടെ പച്ച കളറിൽ ഞാൻ സെല്ലാണ് കാണിച്ചത്. ഓരോ സെല്ലിലേക്കും നേരിട്ട് ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്ത് എത്തുന്നുണ്ട്. ആൻഡ് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്ത് തിരിച്ച് പോകുന്നത് നേരിട്ട് സിമ്പിൾ ഡിഫ്യൂഷനിലൂടെയാണ്. എന്താ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാല്? ഫ്രം ഹൈ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ ഓരോ മോളിക്യൂൾ മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയാ. മനസ്സിലായോ? സോ ലോവർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻസിലുള്ള ഇൻവെർട്ടിബ്രേറ്റ്സ് ലൈക്ക് എക്സാമ്പിൾ എന്താ? സ്പോഞ്ചസ്, നിഡേറിയൻസ് ആൻഡ് ഫ്ലാറ്റ് വേംസ്. അവരുടെ മോഡ് ഓഫ് ബ്രീത്തിങ് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ ഡിഫ്യൂഷൻ ആണ്. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുള്ളത് എർത്ത് വേം ആണ്. ഈ കാണുന്ന എർത്ത് വേം ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നോക്ക്, എർത്ത് വേമില് നിങ്ങൾ പണ്ട്
കുട്ടികളാവുന്ന സമയത്ത് ചൂണ്ടിലൊക്കെ ഇടാൻ നേരത്തെ നിങ്ങൾ കയ്യിൽ വെച്ച് നോക്കിയിട്ടുണ്ടാവും. അപ്പം അവരുടെ സ്കിന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു മോയിസ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് അല്ലേ? അവരുടെ സ്കിന്നാണ് അവരുടെ മോയിസ്റ്റ് ആയിട്ടുള്ള സ്കിൻ ഉണ്ട്, മോയിസ്റ്റ് ക്യൂട്ടിക്കിൾ ഉണ്ട് അവർക്ക്. മനസ്സിലായോ? ഈ സ്കിന്നിലൂടെ, ഈ മോയിസ്റ്റ് ക്യൂട്ടിക്കിളിലൂടെയാണ് ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്നതും കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്നതും. അതായത് ബ്രീത്ത് ചെയ്യുന്നത് മോയിസ്റ്റ് സ്കിന്നിലൂടെയാണ് അല്ലെങ്കിൽ മോയിസ്റ്റ് ക്യൂട്ടിക്കിളിലൂടെയാണ്. സോ അടുത്ത എക്സാമ്പിൾ നമ്മൾ എന്താ പഠിക്കാനുള്ളത്? അടുത്ത എക്സാമ്പിളില് എർത്ത് വേമിന്റെ റെസ്പയർ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എന്താ? ത്രൂ മോയിസ്റ്റ് ക്യൂട്ടിക്കിൾ. ക്ലിയർ ആണല്ലോ? സ്കിന്നിലൂടെയാണ് റെസ്പയർ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു റെസ്പിറേഷന്റെ മോഡിനെയാണ് നമ്മൾ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറയുക. ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. അപ്പൊ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റെസ്പിറേഷൻ ത്രൂ സ്കിന്നിലൂടെയുള്ള റെസ്പിറേഷനെയാണ് നമ്മൾ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറയാ. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ നമ്മൾ പഠിക്കാനുള്ളത് ഇൻസെക്ട്സ് ആണ്. ഓക്കെ, ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആർത്രോപോഡയിലുള്ള ആളുകളാണ് അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ ഒരു ഇൻസെക്റ്റിൽ എക്സാമ്പിൾ ആയിട്ട് ആരെടുത്തിട്ടുണ്ട്? ഗ്രാസ് ഹോപ്പറിനെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഗ്രാസ് ഹോപ്പറിന്റെ ഈ ബോഡിയുടെ ഈ സൈഡിലായിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോരോ ഹോൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? ഇതുപോലത്തെ ഹോൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഹോൾസിനെയാണ് നമ്മൾ സ്പൈറക്കിൾസ് എന്ന് പറയാം. സ്പൈറക്കിൾ ഹോൾസ്. ഓക്കെ, അപ്പം അത് നമുക്ക് വിശദമായിട്ട് എവിടെ പഠിക്കാനുണ്ട്? കോക്രോച്ചിന്റെ സ്പൈറക്കിൾസിനെ കുറിച്ച് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസിൽ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പൊ ഈ ചാപ്റ്ററിൽ എന്തായാലും സ്ട്രെസ് ചെയ്യേണ്ട കാര്യമില്ല. സോ ഈ ഹോൾസിലൂടെ, ഈ സ്പൈറക്കിളിലൂടെയാണ് ഓക്സിജൻ അകത്തേക്ക് കയറുന്നത് ആൻഡ് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വരുന്നത്. ആൻഡ് ഈ ഓക്സിജൻ അകത്തേക്ക് വന്നതിന് ശേഷം പിന്നെ എങ്ങനെയാണ് ഡിഫറെന്റ് സെൽസിലേക്ക്, ഡിഫറെന്റ് ടിഷ്യൂസിലേക്ക് ഈ ഓക്സിജൻ ഡെലിവർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ദാ ഈ ഹോളാണ് ഞാൻ കാണിച്ച സ്പൈറക്കിൾ എന്ന് പറയുന്നത്. അപ്പം ഇതിലേക്ക് ഓക്സിജൻ ഇതിന്റെ അകത്തേക്ക് എത്തി. പിന്നെ ട്രക്കിയ എന്ന് പറയുന്ന ഒരു മേജർ ട്യൂബിന്റെ അകത്തേക്കാണ് ഓക്സിജൻ പോകുന്നത്. പിന്നെ ട്രക്കിയ ഡിവൈഡ് ചെയ്തിട്ട് ട്രക്കിയോൾസ് ആയി മാറുന്നുണ്ട്. ട്രക്കിയോൾസിലൂടെ ഈ ഓക്സിജൻ പാസ് ചെയ്തു പോവും. ആൻഡ് ഈ ട്രക്കിയോൾസിന്റെ അവസാനം എന്ന് പറയുന്നത് എല്ലാ സെല്ലുകളുമാണ്. അതായത് എല്ലാ സെൽസിലേക്കും ട്രക്കിയോൾസ് എത്തി നിൽക്കുകയാണ്. ആൻഡ് ട്രക്കിയോൾസിൽ എത്തിയ ഓക്സിജൻ നേരിട്ട് സെല്ലിലേക്ക് ഓക്സിജൻ ഡെലിവർ ചെയ്യും. സെല്ലിൽ നിന്നും ഓക്സിജൻ സിമ്പിൾ ഡിഫ്യൂഷൻ വഴി സെൽസിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് സിമ്പിൾ ഡിഫ്യൂഷൻ വഴി എടുക്കുകയും ചെയ്യും. ക്ലിയർ ആണോ? യെസ്. അപ്പം ഈ ഒരു ഇൻസെക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് അല്ലെങ്കിൽ ഏത് വഴിയാണ് സെൽസിലേക്ക് ഓക്സിജൻ എത്തുന്നത്, അല്ലെങ്കിൽ ബ്രീത്തിങ്ങിന്റെ മോഡ് ഏതാ എന്ന് ചോദിച്ചാൽ ത്രൂ ട്രക്കിയൽ ട്യൂബ്സ് ആണ്. ട്രക്കിയൽ ട്യൂബ്സ് വഴിയാണ് ഇൻസെക്ട്സിന്റെ മോഡ് ഓഫ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം ഇതുപോലത്തെ ഉള്ള ഈ ഒരു മോഡ് ഓഫ് ട്രക്കിയൽ ട്യൂബ്സിലൂടെയുള്ള ബ്രീത്തിങ്ങിനെയാണ് നമ്മൾ ബ്രാങ്കിയൽ റെസ്പിറേഷൻ എന്ന് പറയാം. ബ്രാങ്കിയൽ റെസ്പിറേഷൻ. ഈ കാര്യം ക്ലിയർ ആണല്ലോ? ബ്രാങ്കിയൽ റെസ്പിറേഷൻ. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് അക്വാറ്റിക് ലൈഫ് ഫോംസിലുള്ള മോഡ് ഓഫ് ബ്രീത്തിങ് ആണ്. നമുക്കറിയാം അക്വാറ്റിക് ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്നത് എന്താണ്? ഫിഷ് ആണ് അല്ലെ? ഫിഷിന്റെ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഗിൽസ് കാണാൻ പറ്റും. ശരിയല്ലേ? ദാ ഈ കാണുന്ന ഭാഗമാണ് ഗിൽസ്. അപ്പം അക്വാറ്റിക് ലൈഫ് ഫോംസിൽ, ഫോർ എക്സാമ്പിൾ ഫിഷില് നമുക്ക് എന്ത് കാണാൻ പറ്റും? അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ഗിൽസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? നിങ്ങൾ നേരിട്ട് തന്നെ ഈ ഗിൽസ് കണ്ടിട്ടുണ്ടാവും. ശരിയല്ലേ? അപ്പൊ ഈ ഗിൽസിലൂടെയാണ് വാട്ടർ പോകുന്ന സമയത്ത് വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുള്ള ഓക്സിജൻ അവരുടെ സർക്കുലേറ്ററി സിസ്റ്റം, അതായത് ഒരുപാട് ഹൈലി കാപ്പിലറീസ് റിച്ച് ആയിട്ടുള്ള സ്ഥലമാണ് ഈ ഗിൽസ് എന്ന് പറയുന്നത്. സോ അതിലേക്ക് ബ്ലഡിലേക്ക് ഡിസോൾഡ് ഓക്സിജൻ കയറുകയും ബ്ലഡിലുള്ള കാർബൺ ഡയോക്സൈഡ് ഈ പറയുന്ന വാട്ടറിലേക്ക് പുറത്തു പോവുകയും ചെയ്യുന്നത് ത്രൂ ഗിൽസ്. ഇനി ഫിഷ് ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള നമുക്ക് കണ്ടുപരിചയമുള്ള അക്വാറ്റിക് ലൈഫ് ഫോം എങ്കിലും വേറെയും ആൾക്കാരുണ്ട് അല്ലെ? അക്വാറ്റിക് ആർത്രോപോഡ്സ് ഉണ്ട്. അക്വാറ്റിക് ആർത്രോപോഡ്സ് എന്ന് പറഞ്ഞാൽ ക്രേ ഫിഷ്, അതേപോലെ നമ്മുടെ ചെമ്മീന്, ഇതൊക്കെ എന്താണ്? അക്വാറ്റിക് ആർത്രോപോഡ്സ് ആണ്. അപ്പൊ ആർത്രോപോഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറലി പറയാണ്, ഇത് പ്രോൺസ് ആണ്, നമ്മളുടെ ചെമ്മീനാണ്. ഓക്കെ, ഇനി അതേപോലെ അക്വാറ്റിക് മോളിസ്സും, അതായത് അക്വാറ്റിക് ആയിട്ടുള്ള
വെള്ളത്തിൽ ജീവിക്കുന്ന മൊളുസ്കയിൽ പെട്ട ആളുകൾ, മൊളുസ്ക എന്ന് പറഞ്ഞ അക്വാറ്റിക് മൊളുസ്ക്സ്, ഇതിനും ഒക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഗിൽസ് ആണ് അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അടുത്ത ഒരു റെസ്പിറേറ്ററി ഓർഗൻ നമ്മൾ പഠിച്ചു. അക്വാറ്റിക് ആയിട്ടുള്ള ലൈഫ് ഫോംസിലാണ് പൊതുവേ നമുക്ക് എന്ത് കാണാൻ പറ്റുക? ഗിൽസ് കാണാറുള്ളത്. ഇനി ഈ ചാപ്റ്ററിന്റെ ഈ പാർട്ടിലല്ല ഇത് പറയുന്നത്, പക്ഷെ അനിമൽ കിങ്ഡത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ലിമുലസ് അല്ലെങ്കിൽ കിങ് ക്രാബ് എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾ പഠിച്ചത് ഓർക്കുന്നില്ലേ? ലിമുലസ് അല്ലെങ്കിൽ നമ്മൾ അയാളെ വിളിക്കും കിങ് ക്രാബ് എന്ന് വിളിക്കും, ലിവിങ് ഫോസിൽ എന്നൊക്കെ നിങ്ങൾ അനിമൽ കിങ്ഡത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇയാൾക്കും എന്ത് തന്നെയാണുള്ളത്? ഗിൽസ് തന്നെയാണുള്ളത്. ഇയാള് അക്വാറ്റിക് ആയിട്ട് വെള്ളത്തിലും കൂടെ ജീവിക്കേണ്ട, ലൈഫ് ഫോം കംപ്ലീറ്റ് ചെയ്യാൻ ജീവിക്കുന്ന ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്കും ഗിൽസ് ഉണ്ട്. സാധാരണ ഗിൽസ് അല്ല ഉള്ളത്, ബുക്ക് പോലെ അടുക്കി വെച്ച് ഒരു സ്പെഷ്യൽ ഫോം ഓഫ് ഗിൽസ് ആണ് ഉള്ളത്. ഈ ഗിൽസിനെയാണ് നമ്മൾ എന്ത് ഗിൽസ് എന്ന് വിളിക്കാറുള്ളത്? ദേ ആർ കോൾഡ് ബുക്ക് ഗിൽസ്. അപ്പൊ ബുക്ക് ഗിൽസ് ഉള്ള ആളാരാ എന്ന് ചോദിച്ചാൽ ലിമുലസിന്റെ റെസ്പിറേറ്ററി ഓർഗൻ ആണ് ബുക്ക് ഗിൽസ്. ക്ലിയർ ആണല്ലോ? സോ ഇനി അടുത്ത ടൈപ്പ് ആളുകളിലേക്ക് നമുക്ക് കിടക്കാം. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ നമ്മളടങ്ങുന്ന മാമൽസ്, അല്ലെ? മാമൽസ് ആൻഡ് ഏവ്സ്, അതായത് നമ്മളെ ബേർഡ്സ് ഒക്കെ, ഏവ്സ്, റെപ്റ്റൈൽസ്, അല്ലെ? റെപ്റ്റൈൽസ്, ഇവർക്കൊക്കെ എന്താണുള്ളത്? ഇവരുടെയൊക്കെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് എന്താണ്? അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ലങ്സ് ആണ്. ലങ്സിലൂടെയുള്ള റെസ്പിറേഷനെ നമ്മൾ എന്താ പറയാ? പൾമനറി റെസ്പിറേഷൻ. ഓക്കെ, പൾമനറി റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ലങ്സ് ആണ് എന്നല്ലേ അതിന്റെ മീനിങ്? ഓക്കെ, അപ്പം മാമൽസ്, ഏവ്സ്, റെപ്റ്റൈൽസ് ഇവരുടെ ഒക്കെ ഉള്ള മോഡ് ഓഫ് റെസ്പിറേഷൻ എന്ന് പറയുന്നത് ത്രൂ ലങ്സ് ആണ്. അപ്പൊ ഈ ഒരു ലങ്സിന്റെ കാര്യത്തിൽ ഈ 3 എക്സാമ്പിളെ NCERT ഈ ഭാഗത്ത് പറയുന്നുള്ളൂ. എഗെയിൻ നമ്മൾ അനിമൽ കിങ്ഡത്തിൽ പഠിക്കുന്നതായതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. സ്പൈഡേഴ്സ്, ഈ ആളെന്ന് പറയുന്ന ആരാ? സ്പൈഡർ ആൻഡ് ഇയാളാരാ? സ്കോർപ്പിയൻ, അല്ലെ? സ്പൈഡറിലും സ്കോർപ്പിയനിലും ടെറസ്ട്രിയൽ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ, ലാൻഡിൽ ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. ഇവരിലും എന്താണുള്ളത്? ലങ്സ് ആണുള്ളത്. പക്ഷെ ഇവരുടെ ലങ്സിനും പുസ്തകം അടുക്കി വെച്ച പോലെ, പേപ്പർ അടുക്കി വെച്ചതുപോലെ ഉള്ള ഒരു സ്പെഷ്യൽ ഫോം ഓഫ് ലങ്സ് ആണ്. ആ ലങ്സിന്റെ പേരാണ് ബുക്ക് ലെങ്സ്. അപ്പൊ സ്പൈഡറിലും സ്കോർപ്പിയോണിലും നമുക്ക് ബുക്ക് ലെങ്സ് കാണാൻ പറ്റും. ഇനി നമുക്ക് ഒരാളെ കൂടെ മാത്രമേ കാണാനുള്ളൂ. അപ്പൊ ഇതുവരെ നമ്മൾ ഡിസ്കഷനിൽ ഇതുവരെ വരാത്ത ഒരാൾ എന്ന് പറയുന്നത് ആരാണ്? ആംഫിബിയൻസ് ആണ്. ശരിയല്ലേ? അപ്പൊ ആംഫിബിയൻസ് ലൈക്ക് ഫ്രോഗ്സ്. അപ്പൊ അടുത്ത ആളുകളാണ് ആംഫിബിയൻസിന്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചതാണ്. ഫ്രോഗ്സ്, സലമാൻഡേഴ്സ് ഒക്കെയാണ് ആംഫിബിയൻസിന്റെ എക്സാമ്പിൾ ആയിട്ട് വന്നത്. അപ്പം ആംഫിബിയൻസിന്റെ പ്രത്യേകത എന്താ? അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാൻഡ് വേണം, അതേപോലെ തന്നെ വാട്ടർ വേണം. 2 ഹാബിറ്റാറ്റിലായിട്ടാണ് അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ശരിയാണല്ലോ? അപ്പൊ മെച്യൂർ ആയിട്ടുള്ള ഒരു ഫ്രോഗ്, ഒരു അഡൽറ്റ് ഫോമിലുള്ള ലാൻഡിൽ ജീവിക്കുന്ന ഫ്രോഗ് ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ലങ്സ് ഉണ്ട്. ഓക്കെ, പക്ഷെ അയാൾക്ക് സ്കിന്നിലൂടെയും റെസ്പയർ ചെയ്യാനുള്ള കഴിവുണ്ട്. എന്ന് പറഞ്ഞാല് സ്കിന്നിലൂടെയും അയാൾക്ക് ഓക്സിജൻ എടുക്കാനും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കൊടുക്കാനുള്ള കഴിവുണ്ട്. അപ്പം ത്രൂ സ്കിന്നിലൂടെയും ഫ്രോഗിന് റെസ്പയർ ചെയ്യാനുള്ള കഴിവുണ്ട്. അതിന് എന്ത് റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നത് നമ്മൾ പറഞ്ഞത്? ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് വിളിക്കും. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഫ്രോഗിന് ലെങ്സ് ഉണ്ടോ? തീർച്ചയായിട്ടും ലെങ്സ് ഉണ്ട്. അയാൾക്ക് സ്കിന്നിലൂടെയും റെസ്പയർ ചെയ്യാനുള്ള കഴിവുണ്ട്. മാത്രമല്ല അയാളുടെ മൗത്തിന്റെ ലൈനിങ്ങിലൂടെ അയാൾക്ക് റെസ്പയർ ചെയ്യാനുള്ള കഴിവുണ്ട്. സോ ഈ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എവിടെയാണ് എഫക്റ്റീവ് ആവുക എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വെള്ളത്തിലാണ്. അക്വാറ്റിക് ആയിട്ട് വെള്ളത്തിൽ പോകുന്ന സമയത്താണ് ഇത് എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ ടാഡ്പോൾ, ഫ്രോഗിന്റെ മെറ്റമോർഫിസിസ് നടക്കുന്ന ഇനീഷ്യൽ സ്റ്റേജ് ഉണ്ടല്ലോ, ടാഡ്പോൾ, അല്ലെ? ആ ടാഡ്പോൾ സ്റ്റേജില് പണ്ട് ഈ ഫ്രോഗിന് എന്തും ഉണ്ടായിരുന്നു? ടാഡ്പോൾ സ്റ്റേജില് അവർക്ക് ഗിൽസും ഉണ്ടായിരുന്നു. അപ്പൊ ഗിൽസിന് ഡെവലപ്പ് ചെയ്ത് ഗിൽസിന് മാറ്റം വന്നുകൊണ്ടാണ്, ഗിൽസിന്റെ സ്ഥാനത്താണ് പുതിയ ലെങ്സ് ഉണ്ടാവുന്നത്. സോ അഡൽറ്റ് ഫ്രോഗ് ആയാല് അയാൾക്ക് എന്താ ഉണ്ടാവുക? ലെങ്സും ഉണ്ടാവും. അതേപോലെ തന്നെ സ്കിന്നിലൂടെയും റെസ്പയർ ചെയ്യാനുള്ള കഴിവുണ്ട്.
ഓക്കെ, അപ്പൊ നമ്മൾ ഈ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷനും ഡിഫറെന്റ് മോഡ്സ് ഓഫ് ബ്രീത്തിങ്ങും ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ കംപ്ലീറ്റ്ലി മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.